എൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തിലെ മനുഷ്യരെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൈവം മാനവരാശിയെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനായി അവരുടെ ഇടയിലേക്ക് വരുന്നത്. അത് സാധ്യമായത് അബ്രഹാമിൻ്റെ ദൈവവുമായുള്ള ബന്ധവും ആ ബന്ധത്തിലുള്ള വിശ്വസ്തതയും മൂലമാണ്. അബ്രഹാം ദൈവത്തോട് വിശ്വസ്തത കാണിച്ചപ്പോൾ ദൈവവും അബ്രഹാമിൻ്റെ കുടുംബം ആകുന്ന ഇസ്രായേലിനോട് വിശ്വസ്തത കാണിച്ചു. അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് രക്ഷകനായ യേശുവിനെ അയച്ചത്. കൂടാതെ അവനിലൂടെ മറ്റ് അന്യജാതികളെയും രക്ഷിക്കാനായിട്ട് ഒരു പദ്ധതി ദൈവം ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു.